ഇന്ന് നമുക്ക് പടവളം ഇങ്ങനെ നടാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് 2 പടവള തൈയാണ് നടുന്നത്. 4 തൈ വാങ്ങിച്ചിട്ട് അതിൽ 2 ശരിയായി കിട്ടിയത്. അത് ഞാൻ ഇതേപോലെ ചെറിയൊരു ഗ്രോ ബാഗിൽ നല്ല പോട്ടി മിക്സിൽ വെച്ചിട്ട് ഏകദേശം ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ടാണ് വലിയൊരു ബാഗിലേക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെല്ലാം ശരിയായി കിട്ടാറുണ്ട്. മാറ്റി നടുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് വെക്കണമെങ്കിൽ വേഗം തന്നെ വന്ന് കിട്ടും. അപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. എന്നാൽ നല്ല സെറ്റായിട്ട് തന്നെ ഇതും നമുക്ക് താഴ്ത്തി എടുക്കാനായിട്ട് പറ്റി. ഇത് വെച്ചിട്ട് അതേ ലെവലിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ട് ആണ് നടുന്നത്. ഈ ബക്കറ്റിൽ ഞാൻ 3/4 ഭാഗത്തോളം കരിയിലയാണ്. ഇത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിരിക്കുന്നതൊക്കെ പോലെ തന്നെയാണ്. പടവളത്തിന് പ്രത്യേകിച്ചായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. പടവളത്തിന് മെയിനായിട്ടുള്ള ഒരു കീടശല്യം പുഴുശല്യമാണ്. അപ്പോൾ അതിന് പുഴു മാറാനായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കണം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ, സോപ്പ്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മിശ്രിതം തയ്യാറാക്കാൻ. അത് തുടക്കത്തിലെ തന്നെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെയുള്ള കീടം നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം പുഴു നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചെടിയിൽ നമുക്ക് പിന്നെ ഇലകൾ കുറയുമ്പോൾ ചെടിയുടെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇലകളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വളർന്നു വന്നാലേ നമുക്ക് കായൊക്കെ കൂടുതലുണ്ടാവും. പടവളത്തിൽ നന്നായിട്ട് കാ പിടിക്കണമെങ്കിൽ ചെടിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരിക്കണം. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു വരാനായിട്ട് നമുക്ക് ഇലകൾ തമ്മിലുള്ള അകലം നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഇലയും തമ്മിൽ അടുത്ത ഇല വരുമ്പോൾ നല്ല ഗ്യാപ്പിലാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ച കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. ചെടിയൊക്കെ ഒരു 3-4 ഇല പരുവാകുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഇത്രയൊക്കെ വലിപ്പം എത്തുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ജീവാമൃതം തയ്യാറാക്കുന്നതിന് വേണ്ടി. ഈ കാണുന്ന പയർ ചെടി കണ്ടോ, ഇതിൽ നല്ല അടുത്തടുത്താണ് ഇലകൾ വരുന്നത്. അപ്പം അങ്ങനെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അങ്ങനെ വരുന്നത്. അതിന് ആവശ്യത്തിന് പോഷകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഒരു കുഞ്ഞടുക്കള തോട്ടമാണ്. അപ്പം ഞാൻ ഇതിൽ 2 പടവളം, 2 പാവൽ അങ്ങനെ ഏകദേശം ഒരു 2 വീതം ഒരു 4 വെക്കുമ്പോൾ ഒരു 2 ഒക്കെ പിടിച്ച് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയാണ് ചെറിയ രീതിയിലാണ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാവരും ഒന്ന് കാണാം. പച്ച ചാണകം, ഗോമൂത്രം, ശർക്കര, പയർ ഐറ്റംസ് ഏതെങ്കിലും ഒന്ന്, ഇത്രയും സാധനങ്ങളാണ് ജീവാമൃതം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്. 7 ദിവസം നിർത്താതെ ഇളക്കി രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. 7 ദിവസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കുകയും വേണം. അപ്പോൾ പയർ, പാവൽ, പടവളം അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാതും നമ്മുടെ അടുക്കളത്തോട്ടത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി തന്നെ കുറേ തൈകളുള്ളത് കൊണ്ട് നമ്മളൊരു 3-4 ഇറക്കി വെച്ചിരിക്കുന്നത്. ബാക്കി ഇനി ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ തക്കാളിക്കൊക്കെ ഈ ജീവാമൃതം വളരെ നല്ലതാണ്. തക്കാളിയിൽ കുറച്ചെണ്ണത്തിന് മെയിനായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഈ ചിത്രകീടത്തിൻ്റെ ആക്രമണമാണ്. അതാണ് ഇലകളിൽ ഇങ്ങനെ കാണുന്നത്. ചിത്രകീടം മാറാനായിട്ട് നമുക്ക് കായം കലക്കിയിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സോഡാപ്പൊടി കലക്കിയിട്ടൊക്കെ ഒഴിക്കാം. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഏതെങ്കിലും സോപ്പ് ലായനിയും നമ്മൾ ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. വേപ്പെണ്ണയും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തുടക്കത്തിലേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ തക്കാളിയിൽ കുറച്ചെണ്ണത്തിനാണ് ഇങ്ങനെ. ഇത് കൂടാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചീരകളും ഞാൻ ഇതേപോലെയുള്ള ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ബാഗിൽ ആദ്യം പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ളത് ഇതാ കണ്ടോ, ഈ ചീര തണ്ടിന് ചുവപ്പ് തണ്ടോട് കൂടിയതുകൊണ്ട് റോസ് തണ്ടോട് കൂടിയതുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.